ആ ഇരുണ്ട കാലത്തേക്കാണ് പ്രകാശിക്കുന്ന ബൂട്ടുകളുമായി അയാൾ കടന്നു വരുന്നത്. അങ്ങനെ ഒരു ടീമിനെ തോളിൽ ചുമന്ന് 4 സെമിയിലും ഗോളടിച്ച് 2 അസിസ്റ്റും നേടി ഫൈനലിൽ എത്തിക്കുന്നു. 4-ൽ 3-ലും കപ്പും നേടുന്നു. ആ 3-ലും രാജ്യത്തിന്റെ ടോപ്പ് സ്കോററാകുന്നു. ഇത്തവണ 9 മത്സരങ്ങളിൽ 8 ഗോളുകൾ അടിച്ച് ടൂർണമെന്റ് ടോപ്പ് സ്കോററാകുന്നു. അതും എല്ലാ റൗണ്ടിലും ഗോളടിച്ചുകൊണ്ട്. അദ്ദേഹത്തിനോട് എനിക്ക് ബഹുമാനമുണ്ട്. എന്നാൽ ഞാൻ എന്റെ സ്വാഭാവിക കളി കളിക്കും എന്നായിരുന്നു അത്ഭുത ബാലൻ എമാൽ കളിക്ക് മുമ്പ് അയാളെക്കുറിച്ച് പറഞ്ഞത്. എമാൽ പറഞ്ഞതുപോലെ തന്നെ തന്റെ സ്വാഭാവിക കളി ഫൈനലിൽ പുറത്തെടുക്കുന്നുമുണ്ട്. എന്നാൽ അപ്പുറത്തെ ടീമിലുള്ള ഒരു 40 വയസ്സുകാരനും അയാളുടെ സ്വാഭാവിക കളി പുറത്തെടുത്തതോടെ എമാലിന്റെ രാജ്യത്തിന്റെ കിരീട സ്വപ്നങ്ങൾ ആ 40കാരന്റെ കാൽക്കീയിൽ അവസാനിക്കുകയായിരുന്നു. 18 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം വിരാട് കോഹ്ലിയുടെ കയ്യിലേക്ക് IPL ട്രോഫി വന്ന വർഷമാണിത്. രോഹിത് ശർമ്മയുടെ കയ്യിലേക്ക് ICC ചാമ്പ്യൻഷിപ്പ് ഒഴുകി വന്ന വർഷമാണിത്. അതേ വർഷം തന്നെ റോണോ എന്ന ഇതിഹാസത്തിന്റെ കൈകളിലേക്കും കാലം നേഷൻസ് ലീഗ് ട്രോഫി എടുത്തുകൊടുത്തതും തികച്ചും യാദൃശ്ചികമാകാം.